കാസർഗോഡിന്റെ മലയോര മേഖലകളിൽ ശക്തമായ കാറ്റ്. എടത്തോട് വെളിച്ചിറ്റയിൽ HT ലൈനിന് മുകളിലേക്ക് മരം വീണു. പ്രദേശത്ത് ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കള്ളാറിൽ കനത്ത മഴയിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു. കള്ളാർ ഒക്ലാവിലെ നിധിന്റെ വീട്ടിലെ മതിലാണ് തകർന്നത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ട്. സാരംഗ്, ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? ജില്ലയിലെ പലയിടങ്ങളിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടോ? ദിവീഷ്, ഇന്ന് ഉച്ചവരെ റെഡ് അലേർട്ട് നിലനിന്നിരുന്നെങ്കിലും കാസർഗോഡ് ജില്ലയിലെ എവിടെയും ശക്തമായ മഴ പെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നേരെ വിപരീതമായി കാസർഗോഡ് ജില്ലയിൽ മുഴുവനായും ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. ഇതിൽ തന്നെ മലയോര മേഖലയിൽ ശക്തമായ കാറ്റ് കൂടിയുണ്ട്. അത് തന്നെയാണ് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കുന്നത്. എടത്തോട് വെള്ളിച്ചിറ്റയിലാണ് ഹൈടെൻഷൻ ലൈനിന് മുകളിലേക്ക് മരം വീണ് വലിയ തോതിൽ ഒരു ഗതാഗത തടസ്സം ഉണ്ടായത്. ഇപ്പോഴും അവിടെ ഭാഗികമായ തോതിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. അത് മാത്രമല്ല, കിലോമീറ്ററുകൾ അടങ്ങുന്ന വലിയൊരു ചുറ്റളവിൽ തന്നെ വൈദ്യുതി നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തൊട്ട് പിന്നാലെയാണ് കള്ളാറിൽ കനത്ത മഴയെ തുടർന്ന് കള്ളാർ ഒക്ലാവ് സ്വദേശിയായ നിതിന്റെ വീട്ടുമതിൽ തകർന്നു വീണത്. കിണറിന്റെ ഒരു ഭാഗവും തകരുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്തായാലും ഇനി മലയോര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ വലിയ തോതിലുള്ള ജാഗ്രത ജില്ലാ ഭരണകൂടവും അതുപോലെ ജില്ലകളിലും മലയോര മേഖലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങോട്ടേക്കുള്ള യാത്രകൾ, പ്രത്യേകിച്ചും രാത്രി സമയത്തുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കാരണം എപ്പോഴാണ് മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ മഴ, കാറ്റെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏത് സമയത്തും അപകടങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കണം.